ഓണത്തിന് സദ്യ ഇല്ലാഞ്ഞിട്ട് ഒരു കൈവറിയായിരുന്നു. ഇപ്പോൾ ഉത്രാടത്തിന് നമ്മൾ ഓർഡർ ചെയ്തു സദ്യ. ഈ ബാച്ചിലേഴ്സായ നമ്മളിതൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ. അച്ചാറും പപ്പടവും ചിപ്സും കൊട്ടടക്കിയ എന്നാ മെതുവടക്കിയ ആ സാധനങ്ങളൊക്കെ നമുക്ക് വേണേൽ വാങ്ങിക്കാം. അത് വലിയ കുഴപ്പമില്ല. ചോറും വെക്കാം. സാമ്പാറും വറവും കയ്പക്ക കൊണ്ടാട്ടവും എലിശ്ശേരിയും പുളിശ്ശേരി കൂട്ടുകറിയും ഇതൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ. എനിക്ക് ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അവിയലാണ്. അവിയൽ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചധികം പാടുണ്ട്. ഈ അവിയലും പച്ചടിയെല്ലാം ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഓണത്തിൻ്റെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാലേ അതിൻ്റെ ഒരു പുളി കിട്ടും. അപ്പം റിസ്കിനൊന്നും നമ്മളെന്നില്ല. നമ്മൾ നേരെ ദേവരോടുള്ള അന്നപൂർണയെ പോയിട്ട് ഓർഡർ ചെയ്ത് 390 രൂപയായിരുന്നു സദ്യക്ക് പൈസ. നല്ല സദ്യ, നല്ല സാമ്പാർ, നല്ല അവിയൽ, നല്ല അച്ചാർ, നല്ല കയ്പക്ക ഉണ്ട് കേട്ടോ. പക്ഷെ കയ്പക്ക എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് അതിന് ഞാൻ മറക്കിടുന്നില്ല. ബാക്കിയുള്ള സാധനങ്ങളിൽ അടിപൊളി, നല്ല സൂപ്പറായിട്ട് ദേവരോട് അന്നപൂർണ ഹോട്ടലിലെ ചേട്ടൻ ഇല നമുക്ക് വേറെ തന്നു, സാമ്പാർ വേറെ തന്നു, ചോറ് വേറെ തന്നു, പപ്പടം വേറെ തന്നു, എല്ലാം സെപ്പറേറ്റ് 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 തന്നുകൊണ്ട് നല്ല ഫീലിൽ സദ്യ കഴിക്കാൻ പറ്റി. അപ്പോൾ ഓണസദ്യ പരിപാടീസാണിത്. അതിൻ്റെ ഒപ്പം സേമിയ പായസമാണ് കേട്ടോ തന്നത്. ഉത്രാടത്തിന് പൊതുവേ അവർ വെക്കലില്ലായിരുന്നു, നമ്മൾ പറഞ്ഞ് വെപ്പിച്ചാണ്. നമ്മളായിട്ട് കമ്പനി ആയതുകൊണ്ട് അതുകൊണ്ട് സേമിയ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇലയിൽ വെച്ച് കുഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു സുഖം കിട്ടുന്നുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അടിപൊളി.